നമ്മളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ മാതിരി പാട്ട് കേട്ടിട്ടാണ് ഭാരത മാഷിന്റെ പാട്ടുകൾ. ഇപ്പോൾ ദാസേട്ടൻ്റെയും ജയേട്ടൻ്റെയും ഒക്കെ പാട്ടുകളുടെ ഇടയിൽ ഒരു എന്താ പറയാ വ്യത്യസ്തമായ ശബ്ദം, ഒരു ബദൽ ശബ്ദം എന്നുള്ള രീതിയിലാണ് ബ്രഹ്മാനന്ദ മാഷിന്റെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുള്ളത്. മനസ്സിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഒരുപക്ഷെ എപ്പോഴോ എവിടെ വെച്ചിട്ടോ ബ്രഹ്മാനന്ദ മാഷിനെ നമ്മുടെ മലയാള സിനിമ വിസ്മരിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യം തന്നെയാണ്. അദ്ദേഹത്തെ മറന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മളെപ്പോഴും ദാസേട്ടനെയും ജയനെയൊക്കെ ആഘോഷിക്കുമ്പോൾ ബ്രഹ്മാനന്ദ മാഷ് അരികുവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ വേദനയാണ്. ആ വേദന മാറ്റാനായിട്ട് ഇവിടെ മലയാള സിനിമയിൽ ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ ആരും അതിന് തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഈ കുടുംബം, പ്രിയപ്പെട്ട രാകേഷ് അതിന് തയ്യാറായി. സ്വന്തം പിതാവിനെ ഓർക്കുന്ന ഈ 80ാം ജന്മ വർഷത്തിൽ അദ്ദേഹത്തിന് ഓർക്കാനായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഇന്നും ഈ ശബ്ദത്തിന് ഒട്ടും പ്രായമായിട്ടില്ല എന്നുള്ളതാണ്. എത്രയോ വർഷങ്ങൾ നമ്മൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേപോലെയുള്ള ഒരു ശബ്ദം, അതൊരു വലിയ അനുഗ്രഹമാണ്. ഇന്നും നമ്മളെ പാടി പ്രണയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിലേക്ക് ജെൻസിയൊക്കെ കഴിഞ്ഞ് ജെൻ ആൽഫ കുട്ടികളെ പോലും പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന ശബ്ദത്തിന് ഉടമയായിട്ടുള്ള സുജാതയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞു. അത് ബ്രഹ്മാനന്ദ സാറിന്റെ പേരിലുള്ള, ബ്രഹ്മാനന്ദ ഭാഷ പേരിലുള്ള അവാർഡ് ആകുമ്പോൾ അതിന് പ്രത്യേക മധുരമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ലെഗസി കീപ്പ് ചെയ്യാൻ വേണ്ടി മക്കൾ, പ്രത്യേകിച്ച് രാകേഷ് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും ബ്രഹ്മാനന്ദൻ കടന്നു വരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായിട്ട് നമ്മളെല്ലാവരും ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആ അവാർഡ് ഏറ്റുവാങ്ങാൻ സുജാത നമ്മുടെ മുമ്പിലുണ്ട്. വലിയ വലിയ സന്തോഷം. അതിന് സാക്ഷിയാവാൻ കഴിഞ്ഞതിന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം. ചേട്ടൻ്റെ കൂടെ ഞാൻ ഒരു 50 വർഷം പുറവശത്തേക്ക് പോവാണ്. 2-3 പ്രോഗ്രാമേ ഞാൻ പാടിയിട്ടുള്ളൂ. എനിക്ക് ആദ്യത്തെ പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ ഞാനെന്നാ യൂഷ്വല ബേബി സുജാത പ്രായം. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കണ്ട ഒരു പരുക്കൻ ആളാന്ന് വിചാരിക്കും അല്ലേ. എനിക്കിവിടെ എറണാകുളം TDM ഹോളിൽ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ എനിക്ക് അമ്മ ചീത്ത കഴിയുന്ന പേടിയാവുന്നു, അങ്ങനെ പറഞ്ഞാണ് ഞാൻ പോയത്. പക്ഷെ പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു സോഫ്റ്റ് സ്പോക്കൺ, ഇതൊരു നല്ലൊരു മനുഷ്യനാണ്. അത് തന്നെയായിരിക്കും അദ്ദേഹം എല്ലാവരും പറഞ്ഞു അധികം സിനിമയിൽ പാടാതിരുന്നു എന്നുള്ളത് ഒരു കാരണം അത് തന്നെയായിരിക്കും. അത്ര ഇന്നസെന്റ് ആയിട്ടൊരു മനുഷ്യൻ. യേശുദാസിനും ജയചന്ദ്രനുമൊപ്പം മലയാളികൾ എന്നും ചേർത്തു വെക്കേണ്ട പേരാണ് KP ബ്രഹ്മാനന്ദന്റേതെന്ന് സംവിധായകൻ കമൽ. ബ്രഹ്മാനന്ദനെ മലയാള സിനിമ ലോകം വിസ്മരിച്ചെന്നും കമൽ പ്രതികരിച്ചു. യേശുദാസിനെയും ജയചന്ദ്രനെയും മലയാളികൾ ആഘോഷമാക്കുമ്പോൾ ബ്രഹ്മാനന്ദൻ മാഷ് അരികുവൽക്കരിക്കപ്പെട്ടെന്നത് യാഥാർത്ഥ്യമാണെന്നും കമൽ പറഞ്ഞു. ബ്രഹ്മാനന്ദൻ സ്മാരക പുരസ്കാരം ഗായിക സുജാതയ്ക്ക് നൽകിയ ശേഷം പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ തലമുറയിലെ കുട്ടികൾ പോലും ഇന്ന് ഏറ്റുപാടുന്ന ശബ്ദമാണ് സുജാതയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളികളുടെ പ്രിയ ഗായകന്റെ 80ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ബ്രഹ്മാനന്ദന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ നീല നിശീതിനി എന്ന സംഗീതരാവും അവാർഡ് നിശയും സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായി ഗായിക സുജാതയ്ക്ക് 50,000 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം കമൽ സമ്മാനിച്ചു. ശബരി ഗ്രൂപ്പ് ചെയർമാൻ P ശശികുമാർ സുജാതയെ പൊന്നാട ചാർത്തി. ബ്രഹ്മാനന്ദൻ എന്ന പേര് മലയാളികളുടെ മനസ്സിൽ തങ്കലിപികൾ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുമെന്ന് അവാർഡ് സ്വീകരിച്ച് ഗായിക സുജാത മോഹൻ പറഞ്ഞു. തനിക്ക് ലഭിച്ച അവാർഡ് തുക സ്മാരകത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് സുജാത സംഭാവന ചെയ്തു. ഉഷാ ബ്രഹ്മാനന്ദനും രവീന്ദ്രൻ മാസ്റ്ററിന്റെ ഭാര്യ ശോഭന രവീന്ദ്രനും ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വീഡിയോ കോൺഫറൻസിലൂടെ ഗായകൻ യേശുദാസ് അനുസ്മരണ സന്ദേശം നൽകി. എഴുത്തുകാരൻ VR സുധീഷ്, സംഗീതജ്ഞരായ ബിജിപാൽ, വിജയ് യേശുദാസ്, ലുലു മീഡിയ ഹെഡ് NB സ്വരാജ്, സിനിമാ താരങ്ങളായ രഞ്ജിനി മേനോൻ, കുട്ടിക്കൽ ജയചന്ദ്രൻ, സ്പോർട്സ് കമാൻഡേറ്റർ ഷൈജു ദാമോദരൻ, തിരക്കഥാകൃത്ത് റോബിൻ തിരുമല, അവതാരകൻ ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. തുടർന്ന് ബ്രഹ്മാനന്ദന്റെ മകൾ രാകേഷ് ബ്രഹ്മാനന്ദൻ നയിച്ച നീലനിശീതിനി എന്ന സംഗീത നിശയും അരങ്ങേറി. വിജയ് യേശുദാസ്, ഇഷാർ ദേവ്, സയനോര, അനൂപ് ശങ്കർ, വൃന്ദ മേനോൻ, ദിവ്യ S മേനോൻ, അൽക്ക അസ്കർ, വിജേഷ് ഗോപാൽ, ഫർഹാൻ നവാസ് തുടങ്ങിയ ഗായകർ ബ്രഹ്മാനന്ദന്റെ ഗാനങ്ങൾ പാടി.